ഹലോ, അപ്പോൾ നമുക്ക് ഓണത്തപ്പൻ ഉണ്ടാക്കാം. കറക്റ്റാ. അതിൻ്റെ ഇടയിൽ കൂടി വേണമെങ്കിൽ അങ്ങോട്ട് വയ്ക്കും, ഉണങ്ങിക്കോട്ടെ. അല്ല, അത് ശരിയായിക്കോളും. എന്താന്നാ ഒരെണ്ണം മാത്രം വലുത് ഉണ്ടാക്കിയാൽ മതി, ബാക്കിയൊക്കെ സമപ്രായം ഉണ്ടാക്കിയാൽ മതി, സമപ്രായക്കാരുണ്ടാക്കിയാൽ മതി. ഒരെണ്ണം മാത്രം ഇച്ചിരി വലിയത്, അതായത് നടുക്ക് വയ്ക്കുക. എന്താ പറഞ്ഞേ? കേട്ടില്ല. എന്താ പറഞ്ഞേ? അപ്പൊ 6 ഓണത്തപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മേലൊക്കെ നിറച്ച് മണ്ണ. എന്നാടാ സാധനം? പണ്ട അമ്മൂമ്മ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. എന്നാ ഇച്ചിരി വലുതായിട്ട് ഉണ്ടാക്കുവാനായിരുന്നു അത്. അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കണ കണ്ടുപിടിച്ചത് കേട്ടോ. എടുക്കാനാണല്ലോ. അതിൻ്റെ പകുതി മതിയുടെ ഈ തുമ്പുള്ളത് എടുക്കുവാനാണ് മയം. ആ അപ്പുറത്തിരിക്കണത് മതി തോന്നുന്നു. കറക്റ്റാന്ന് തോന്നുന്നു. ഒലക്ക റെഡിയായി. അങ്ങനെ ഇനി ചിരവ ഉണ്ടാക്കടാ. ചിരവ അമ്മി. ഇതാരാ? മാവേലി തമ്പുരാനാ. കുന്നിക്കുരു ഒക്കെ വേണോടാ. കണ്ണ് വയ്ക്കണം. എൻ്റെ കൊച്ചമ്മൂമ്മ ഉണ്ടാക്കണ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. പാവം, നല്ല ഓർമ്മയിൽ നിൽക്കണ്ട് പാവം. ഇതാ പക്ഷെ എൻ്റെ കൊച്ചിനറിയാട്ടാ. കണ്ടാ, എൻ്റെ കൊച്ചമ്മൂമ്മ ഉണ്ടാക്കണ കണ്ടതായി. കൊച്ചുണ്ടായിരുന്നപ്പോൾ അമ്മ ഈ പണിയൊക്കെ നിർത്തിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഈ കൊച്ചു കണ്ടുപിടിച്ചെന്ന് പോകും. വണക്കം തമ്പി, വണക്കം. ആയ ഉണ്ടല്ലോടാ, ഈ ഈർക്കിളി വെച്ച് ഇങ്ങനെ തുറന്നു കൊടുത്താൽ മതിടാ. കറക്റ്റാവും. എൻ്റെ കട എടുക്കടാ. അതൊന്നും കാണിക്കണ്ട. അത് കാണിച്ച വൃത്തിയേടായി പോകും. എനിക്ക് വിശക്കാൻ തുടങ്ങി. അതിൻ്റെ തലയുടെ ഭാഗം ഒന്ന് കുഴിച്ചു കൊടുത്തെങ്കിൽ കുഴിയിലോട്ട് ഇറങ്ങിയിരുന്നേനെ. അത് നല്ലപോലെ. കുരുമുളക് എടുത്തുണ്ട് പറ്റേ കണ്ണു വയ്ക്ക്. എനിക്കറിയില്ല. ഇതാണ് മുത്തപ്പൻ. മുത്തിയമ്മേനെ ഒരു ചിരവയും കൂടി ഉണ്ടാക്കിനി. വളയ്ക്കാൻ പറ്റൂല. അത് വളയ്ക്കണ മണ്ണല്ലേ. ഇത് പശയില്ലല്ലോ ഈ മണ്ണിന്. അതുകൊണ്ടാ. അങ്ങനെ മതി. വയ്ക്കി. മുത്തപ്പൻ തലേ ചോന്നുകൊണ്ട് തോന്നും. മുത്തിയമ്മ എടുത്തിരിക്കട്ടെ. അവിടെ ഇരുന്നോട്ടാ. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ എടുക്കാം. ആക്ക് ചരിഞ്ഞു പോയാ. മതി. ഇത്രയും ചെയ്യല്ലോ. ഒരു ചിരവയും കൂടി ചെയ്തോ. ചിരവ ഇച്ചിരി മണ്ണും കൂടി എടുക്കുക. ആ അമ്മിയുടെ അത്രയും ഉണ്ടാക്കുക.
6 ഓണത്തപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3, പിന്നെ ഒരു ഒരല്, പിന്നെ വീണ്ടും ഓണത്തപ്പൻ, പിന്നെ മുത്തപ്പനും മുത്തിയമ്മയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറയും മുളകുണ്ട്. പിന്നെ ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.